തിമോത്തിയോസിന് പൗലോസ് എഴുതിയ 1-ാം ലേഖനം 2:1-2 വാക്യങ്ങൾ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. നിരവധി വിഷയങ്ങൾക്കായി നാം പ്രാർത്ഥിക്കുന്നവരാണ്. യേശു നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. കൊയ്ത്തിൻ്റെ യജമാനനോട് വേലക്കാരെ അയക്കാൻ അപേക്ഷിക്കാൻ പറഞ്ഞത് ഉദാഹരണമാണ്. അപ്പോസ്തലന്മാരും ആദ്യ നൂറ്റാണ്ടിലെ സഭയും ഒക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നമുക്ക് തിരുവെഴുത്തുകളിൽ കാണാം. എന്തിനൊക്കെ എങ്ങനെയൊക്കെ നാം പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ അരുതെന്നും ഒക്കെ അവ നമുക്ക് അറിവ് തരുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ആദ്യമേ തന്നെ ആർക്കൊക്കെ വേണ്ടി എന്തിനായി പ്രാർത്ഥിക്കണമെന്ന് അറിവ് തരുന്നു. മറ്റു വിഷയങ്ങൾക്കൊപ്പം അതീവ പ്രാധാന്യത്തോടെ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ് ഇതും. ഭൂമിയിലെ സകല മനുഷ്യർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. ഏവരും സുവിശേഷം അറിയാൻ, അംഗീകരിക്കാൻ, രക്ഷിക്കപ്പെടാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. അടുത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് സകല അധികാരികൾക്കുമായാണ്. നാം ഏത് ദേശത്തായിരിക്കുന്നുവോ ആ ദേശത്തിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ബൈബിൾ പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ആ ദേശം നന്മയും അനുഗ്രഹവുമുള്ളതായിരിക്കേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമാണ്. ദൈവം അനുവദിക്കാതെ ആരും അധികാര സ്ഥാനങ്ങളിൽ എത്തുകയില്ല, തുടരുകയില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കുകയും വേണം. ഇവിടെ സകല മനുഷ്യർക്കായും അധികാരസ്ഥർക്കായും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് നമുക്ക് സകല ഭക്തിയോടെയും ദൈവത്തെ സേവിക്കാനും ആത്മീയ സന്തോഷത്തോടെ സമാധാനം അനുഭവിച്ച് ജീവിക്കാനും വേണ്ടിയാണ്. പൗലോസ് ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ക്രൈസ്തവർ ഉപദ്രവിക്കപ്പെടുകയായിരുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയത് ചരിത്രത്തിൽ കാണാം. ആകയാൽ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.